നമസ്കാരം ഒരിക്കൽ കൂടി എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് അടുത്തിങ്ങനെ കോഴിക്കോട് കാമുകൻ്റെ റൂമിൽ വെച്ച് ആത്മഹത്യ ചെയ്ത ആയിഷ എന്ന പെൺകുട്ടിയെ എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അവളെക്കുറിച്ച് ഒരു ഞെട്ടിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. നമ്മുടെ കൈസ് പറയുന്നത് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ നമുക്ക്. ബഷീറുദ്ദീനുമായിട്ട് ഐശ്വര്യ ഹാപ്പിയായിരുന്നു. അവരൊരുമിച്ച് ഒരുപാട് യാത്രകൾ പോലുണ്ടായിരുന്നു. വട്ടവടയിലൊക്കെ ഒരുപാട് തവണ അവർ പോയിട്ടുണ്ട്. ഇവരുടെ ഇടയിലെ ഒരു മെയിൻ പ്രശ്നം ഋതിക എന്ന് പറയുന്ന പെൺകുട്ടിയായിരുന്നു. ഈ ഋതിക എന്ന് പറഞ്ഞ പെൺകുട്ടിയായിട്ടുള്ള പ്രശ്നം പറഞ്ഞ് സോൾവ് ആക്കാൻ വേണ്ടിയിട്ടാണ് 24-ാം തീയതി ഐശ്വര്യ അവിടെ പോയത്. ഈ ഋതിക ഐശ്വര്യയോട് പറഞ്ഞു, നീ പോയി തരണം, നീ പോയി കഴിഞ്ഞാൽ എനിക്ക് ബഷീറിന് കിട്ടും, ഞാൻ ബഷീറും ഹാപ്പി ആയിരിക്കും എന്നുള്ള കാര്യം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് സ്വന്തം കാമുകന്റെ അപ്പാർട്ട്മെന്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ആയിഷ റഷ്യയെ എല്ലാവരും ഓർക്കുന്നുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. മെയിൻ സ്ട്രീം മാധ്യമങ്ങളിൽ വരെ നല്ല രീതിയിൽ ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു സംഭവമായിരുന്നത് അല്ലെ. എന്തായിരുന്നു സംഭവം? ഈ പറയുന്ന ആയിഷ റഷ്യ വർഷങ്ങളോളമായി ബഷീർ എന്ന് പറയുന്നവരുമായി റിലേഷൻഷിപ്പിലായിരുന്നു. ഈ ബഷീർ എന്ന് പറയുന്നവൻ ജിം ട്രെയിനറാണ്. ആയിഷ റഷ്യ ആണെങ്കിലോ മംഗലാപുരത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് ആയിഷയുടെ കോളേജിൽ ഓണം വെക്കേഷൻ വരുന്നത്. ആ സമയത്ത് വീട്ടുകാരോട് വെക്കേഷൻ ഒന്നും ഇല്ല എന്ന് കള്ളം പറഞ്ഞുകൊണ്ട് ആയിഷ റഷ്യ എന്താക്കുന്നു, ബഷീറിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് താമസിക്കാൻ ചെല്ലുന്നു. കുറച്ച് ദിവസം ബഷീറിനൊത്ത് ആയിഷ റഷ്യ താമസിക്കുന്നു. അങ്ങനെ ബഷീറിന്റെ ജിമ്മിൽ ഓണം സെലിബ്രേഷൻ വരുന്നു. അതിന് പോകാനിരുന്ന ബഷീറിനെ ആയിഷ തടയുന്നു. അതുമായി ബന്ധപ്പെട്ട് അവർക്കിടയിൽ വാക്കുതർക്കം ഉണ്ടാകുന്നു. അങ്ങനെ ആയിഷ റഷ്യയുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് ബഷീർ എന്താക്കുന്നു, ഓണം സെലിബ്രേഷന് പോകുന്നു. അതിന് പിന്നാലെ ആയിഷ ജീവൻ എടുക്കുന്നു. ഇതായിരുന്നു പുറത്തു വന്ന വാർത്ത അല്ലെ. എന്തായാലും ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വന്ന സമയത്ത് ആയിഷയുടെ ബന്ധുക്കൾ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അവർ പറഞ്ഞ കാര്യം എന്താണ്? ആയിഷ റഷ്യ റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ച് പോയതാണ്. പക്ഷെ ബഷീർ എന്ന് പറയുന്നതിന് ഭയങ്കര ടോക്സിക് ആയിരുന്നു. ആയിഷയുടെ ഒരുപാട് നഗ്ന ചിത്രങ്ങൾ ബഷീറിന്റെ കൈവശമുണ്ട്. അത് വെച്ച് അവൾ അവനെ ബ്ലാക്ക് മെയിൽ ചെയ്തെന്നൊക്കെയാണ് അല്ലെ. അവന്റെ ബ്ലാക്ക് മെയിലിന്റെ ഭാഗമായിട്ടാണ് അവൾ അവന്റെ അപ്പാർട്ട്മെന്റിൽ താമസിക്കാൻ പോയത് എന്ന് പോലും ബന്ധുക്കൾ പറഞ്ഞു വെച്ചു അല്ലെ. അവസാനം അവന്റെ ബ്ലാക്ക് മെയിലിംഗ് സഹിക്കാൻ പറ്റാതെയാണ് അവൾ ആത്മഹത്യ ചെയ്തത് എന്നുള്ള രീതിയിലായിരുന്നു ബന്ധുക്കളുടെ സംസാരം. നമ്മൾ ആ സമയത്ത് അതിനെ അഡ്രസ് ചെയ്തുകൊണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതല്ല സത്യം എന്ന വിവരങ്ങളാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആയിഷയുടെ ബന്ധുക്കൾ പറഞ്ഞത് മുഴുവനും കളവാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു 50% അതിൽ സത്യം. അത് നിങ്ങൾക്ക് ഈ വീഡിയോ തുടർന്ന് കാണുമ്പോൾ മനസ്സിലാകും. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ബ്ലാക്ക് മെയിലിംഗ് അല്ലായിരുന്നു യഥാർത്ഥമില്ലേ, പിന്നെന്താണ്? ഇവരുടെ റിലേഷൻഷിപ്പിൽ മൂന്നാമതൊരാളുടെ കടന്നുവരവാണ്. ഇതുമായി ബന്ധപ്പെട്ട് എന്റെ കാസറ്റ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിന്റെ അഡ്മിൻ ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഈ പറയുന്ന ആയിഷ റഷ്യയുടെ സുഹൃത്ത് ഈ എന്റെ കാസറ്റ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിന്റെ അഡ്മിനുമായി ചില കാര്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പേജിന്റെ അഡ്മിൻ ചില കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്നത്. നമുക്ക് എന്തായാലും അവന് പറയാനുള്ള കാര്യങ്ങളൊന്ന് കേട്ടു നോക്കാം. മാംഗ്ലൂര് ശ്രീദേവി കോളേജിലെ ഫിസിയോതെറാപ്പി 3rd ഇയർ സ്റ്റുഡന്റ് ആയ ഐഷ റഷ്യ എന്ന് പറഞ്ഞ പെൺകുട്ടി 2 ദിവസം മുന്നേ സൂയിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫോളോവറായ ഒരു പെൺകുട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ഈ ഐഷ റഷ്യ. ഈ ഐഷ റഷ്യക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എയർ ഫിറ്റ്നസിലെ ട്രെയിനർ ആയിട്ടുള്ള ബഷീറുദ്ദീൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനായിട്ട്. ഒരു 3 വർഷത്തോളമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നു. കഴിഞ്ഞ 2 വർഷത്തോളമായിട്ട് യാതൊരു പ്രശ്നമില്ലാതെ മുന്നോട്ട് വന്ന റിലേഷൻഷിപ്പ്. പെട്ടെന്നാണ് ഐഷ റഷ്യ അറിയുന്നത് ഈ ബഷീറുദ്ദീന് വേറെ റിലേഷൻഷിപ്പ് ഉണ്ട്, ജിമ്മിലെ തന്നെ ഋതിക എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയായിട്ട്. പിന്നീട് ഐഷ റഷ്യ അതിനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇവര് തമ്മിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് അറിഞ്ഞു. ഐഷ റഷ്യ ഭയങ്കരമായിട്ട് ലോ ആയി. ഈ കൂട്ടുകാരുടെ അടുത്ത് വന്നിട്ട് ഒരുപാട് സങ്കടം പറഞ്ഞു. ഈ ബഷീറുദ്ദീനായിട്ട് പ്രശ്നം കഴിഞ്ഞു. അങ്ങനെ ബഷീറുദ്ദീനെ ബ്ലോക്ക് ചെയ്യലും കോൺടാക്ട് നിർത്തലും കാര്യങ്ങളൊക്കെ ആയി. ഫ്രണ്ട്സൊക്കെ പറഞ്ഞു, നീ റിലേഷൻഷിപ്പ് നിർത്ത്, നിന്നെ ചീറ്റ് ചെയ്യുന്ന ഒരാളുടെ കൂടെ നീ നിൽക്കേണ്ട കാര്യമില്ല എന്നുള്ളതൊക്കെ പറഞ്ഞു. അങ്ങനെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇവർ തമ്മിൽ ഒരുപാട് വഴക്കുകൾ ഉണ്ടാവുന്നു. ഐഷ റഷ്യ ബഷീറുദ്ദീനെ ബ്ലോക്ക് ചെയ്യുന്നു. വീണ്ടും ബഷീറുദ്ദീൻ ഈ പെൺകുട്ടിയുടെ അടുത്ത് കരഞ്ഞ് കാല് പിടിച്ച് ഈ റിലേഷൻഷിപ്പ് വേണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ വീണ്ടും വന്നുകൊണ്ട് ഐഷ റഷ്യ വീണ്ടും ആ പയ്യനെ അക്സെപ്റ്റ് ചെയ്യണം. കഴിഞ്ഞ 3-4 മാസമായിട്ട് ഐഷ റഷ്യയും ബഷീറുദ്ദീനും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കണം. അതിന് മെയിൻ കാരണം ഋതികയാണ്. ഋതികയായിട്ട് റിലേഷൻഷിപ്പ് നിർത്തണം, നമ്മുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് ഐഷ റഷ്യ ബഷീറുദ്ദീന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ബഷീറുദ്ദീൻ ഭയങ്കര വയലന്റ് ആയിട്ട് ഐഷ റഷ്യനെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട്. ജക്ക് വെച്ച് തലക്കടിച്ചിട്ട് ആ പെൺകുട്ടി ബോധം കിട്ടിട്ട് വരെ വീണിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് അവസ്ഥ. കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇവിടെ യഥാർത്ഥ വില്ലൻ എന്ന് പറയുന്നത് മൂന്നാമതൊരാളുടെ ഇൻവോൾവ്മെന്റ് തന്നെയാണ് അല്ലെ. ഇവരുടെ റിലേഷൻഷിപ്പിൽ മൂന്നാമതായി കടന്നു വന്ന വ്യക്തിയുടെ പേര് ഋതിക എന്നായിരുന്നു. അവൾ ബഷീർ ജോലി ചെയ്യുന്ന അതേ ജിമ്മിലെ മറ്റൊരു ട്രെയിനറാണ്. എന്ന് ഋതിക ബഷീറിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നോ അന്ന് തൊട്ട് ഇവരുടെ റിലേഷൻഷിപ്പിന്റെ നാശം തുടങ്ങി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 2 വർഷത്തോളമായി ഒരു പ്രശ്നവും ഇല്ലാതെ വളരെ സ്മൂത്ത് ആയി പോയിക്കൊണ്ടിരുന്ന റിലേഷൻഷിപ്പ് ആയിരുന്നത്. അവിടേക്ക് എന്ന് ഋതിക കടന്നു വന്നോ അതോടെ റിലേഷൻഷിപ്പിന്റെ നാശം തുടങ്ങി. പിന്നീട് പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളായിരുന്നു അല്ലെ. ഒരു തവണ ആയിഷ റിലേഷൻഷിപ്പ് നിർത്താൻ വരെ തീരുമാനിച്ചതാണ്. പക്ഷെ പിന്നീട് ബഷീർ അങ്ങോട്ട് പോയി കാല് പിടിച്ചിട്ട് വീണ്ടും റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യുകയായിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ എന്റെ കാസറ്റ് എന്ന് പറയുന്ന പേജിന്റെ അടവിന് പുറത്ത് പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും കൂടെ കേട്ടു നോക്കാം. ദേവി കോളേജിൽ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ തന്നെ ഐഷ റഷ്യ അബോർഷൻ ചെയ്തിട്ടുണ്ട് ബഷീറുദ്ദീന്റെ നിർബന്ധപ്രകാരം. ഓഗസ്റ്റ് 24 ഐഷ റഷ്യ ഈ ഋതിക്കാനായിട്ടുള്ള ഈ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബഷീറുദ്ദീനെ കാണാൻ വേണ്ടിയിട്ട് മാംഗ്ലൂരിൽ കോഴിക്കോടിലോട്ട് പോയി. ഓഗസ്റ്റ് 24 മാംഗ്ലൂരിൽ നിന്ന് എരഞ്ഞിപ്പാലത്തുള്ള കോഴിക്കോട് ബഷീറുദ്ദീന്റെ ഫ്ലൈറ്റിൽ പോയ ഐഷ റഷ്യ പിന്നെ അവസാനമായിട്ട് ഈ സുഹൃത്തുക്കളെ കോൺടാക്ട് ചെയ്യുന്നത് 30-ാം തീയതിയാണ്.
അന്ന് ഐശ്വരശ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് ഋതികയും ബഷീറുദ്ദീനും തമ്മിൽ എയർ ക്യാബിനസിൽ വെച്ചിട്ട് ഒരു ഓൺ പ്രോഗ്രാം ഉണ്ട്. അതിന് പോകരുത് പറഞ്ഞിട്ട് ബഷീറുദ്ദീനും ഐശ്വരശ ഒരുപാട് ഇഷ്യൂസ് നടന്നു. ഇനി ബഷീറുദ്ദീൻ പോവുകയാണെങ്കിൽ ആ എഴുപാലത്തുള്ള ഫ്ലാറ്റിൽ നിന്ന് തിരിച്ച് ബാംഗ്ലൂരിലോട്ട് ഐശ്വരശ ഇറങ്ങി വരുന്നതാണ്. ഞാൻ ഇത്രയും ദിവസം പോണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു പോണ്ട. ഞാൻ കുറെ ചേച്ചി മാനേജ് എടുത്തിട്ട് പോട്ടെ, എനിക്ക് എത്ര ജാഗ്രത പോകണം. പിന്നെ ഇത്രയും ഞാൻ പറഞ്ഞു വേണ്ട പോണ്ടല്ലേ, അങ്ങനെ പോകണം, ഞാൻ തിരിച്ചു പോയിക്കൊണ്ട് പറഞ്ഞുണ്ട്. അപ്പൊ അങ്ങനെ തന്നെ നിൽക്കട്ടെ. വിശ്വാസമില്ലാണ്ടായില്ലേ. പക്ഷെ പിന്നീട് ഈ സുഹൃത്തുക്കൾ അറിഞ്ഞത് 31-ാം തീയതി രാത്രി 7 മണിക്ക് ഐശ്വരശ സൂയിസൈഡ് ചെയ്തെന്നുള്ള കാര്യം. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഒരുപാട് തവണ ഈ പ്രശ്നം പറഞ്ഞ് സോൾവ് ആക്കാൻ രണ്ടുപേരും ശ്രമിച്ചതാണ് അല്ലെ. പ്രത്യേകിച്ച് ആയിഷ ഇതിനു വേണ്ടി കൂടുതൽ എഫേർട്ട് എടുത്തു എന്നുള്ളതാണ്. അതിനുവേണ്ടി വീട്ടുകാരോട് കള്ളം പറഞ്ഞ് ഒരാഴ്ച ബഷീറിന്റെ അടുത്ത് വന്ന് തങ്ങി. അത്രയും എഫേർട്ട് ആയിഷയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷെ ആ എഫേർട്ടിനെല്ലാം പുല്ല് വില കൽപ്പിക്കുന്ന രീതിയിലായിരുന്നു ബഷീറിന്റെ പെരുമാറ്റം. അത് തന്നെയാണ് ആയിഷ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഇതിനെ എന്ത് പേരിട്ട് വിശേഷിപ്പിക്കണമെന്ന് അറിയാത്ത അവസ്ഥയാണ്. പ്യുവർ ലവ് എന്ന് വിശേഷിപ്പിക്കണോ അതോ മണ്ടത്തരം എന്ന് വിശേഷിപ്പിക്കണോ എന്ന് അറിയില്ല. എന്തായാലും നമ്മളെ ചതിക്കുന്ന ഒരാൾക്ക് വേണ്ടി ജീവിതം അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞത് വലിയൊരു മണ്ടത്തരമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ തന്നെ ആയിഷ റിലേഷൻഷിപ്പിന് വേണ്ടി കാണിച്ച ആത്മാർത്ഥതയും നമുക്ക് തള്ളിക്കളയാനാവില്ല. അതിനുവേണ്ടി മരിക്കാൻ വരെ അവൾ തയ്യാറായി അല്ലെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിന് എന്ത് പേരിട്ട് വിശേഷിപ്പിക്കണമെന്ന് അറിയില്ല എന്ന്. ഒരു പക്ഷേ പുറമേ നിന്ന് നോക്കി കാണുന്ന നമ്മൾക്ക് ഈസിലി പറയാൻ പറ്റും അല്ലെ. അവൻ ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ധൈര്യത്തിൽ ഇറങ്ങി പോരണമായിരുന്നു. എന്തിനായിരുന്നു വീണ്ടും കടിച്ചു തൂങ്ങി നിന്നത്, എന്തിനായിരുന്നു ആത്മഹത്യ ചെയ്യാൻ പോയതെന്നൊക്കെ. പക്ഷെ ആയിഷയെ സംബന്ധിച്ചിടത്തോളം അത്ര പെട്ടെന്നൊന്നും ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റത്തില്ല. കാരണം 2-3 വർഷത്തോളം അവൾ അവനെ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് എന്താ ആഴ്ച പ്രഗ്നന്റ് ആയി അബോർട്ട് വരെ ചെയ്തു എന്നുള്ളത് ഈ എന്റെ കാസറ്റിൽ അഡ്മിൻ പറയുന്നുണ്ട് അല്ലെ. വിച്ച് മീൻ അവർ തമ്മിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ് വരെ നടന്നു എന്നുള്ളതാണ്. ആ ലെവലിലേക്ക് വരെ റിലേഷൻഷിപ്പ് എത്തിയെന്നുള്ളതാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പിൽ നിന്നും പെട്ടെന്ന് ഒരു ദിവസം ഇറങ്ങി വരിക എന്ന് പറഞ്ഞത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. നമ്മൾ പുറമേ നിന്നും പറയുന്ന പോലെയല്ല കാര്യങ്ങൾ. നമ്മൾ ആത്മാർത്ഥമായി ഒരാളെ സ്നേഹിച്ചു നോക്കണം. അപ്പം മനസ്സിലാകും അവരിൽ നിന്നും ബ്രേക്കപ്പ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് എത്രത്തോളം ആയിരിക്കും എന്നുള്ളത്. ഈ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് എന്നൊക്കെ പറയുന്നത് നമ്മൾ കരുതുന്ന പോലെയല്ല കാര്യങ്ങൾ. ഒരാളുടെ ജീവിതം നന്നാക്കാനും ഇല്ലാതാക്കാനും ഇത് ധാരാളമാണ്. ഒരാൾ നന്നാവാൻ ഒരു നല്ല റിലേഷൻഷിപ്പ് മതി. അതേമാതിരി തന്നെ ഒരാൾ മോശമാവാനും ഒരാളെ ജീവിതം നശിക്കാനും ഒരു മോശം റിലേഷൻഷിപ്പ് ധാരാളമാണ്. ഇവിടെ ആയിഷയുടെ റിലേഷൻഷിപ്പ് നശിച്ച പോലെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എത്ര ആത്മാർത്ഥമായിട്ടാണ് ഇവിടെ ആയിഷ ബഷീറിനെ പ്രേമിച്ചത് അല്ലെ. അവന് വേണ്ടി അവൾ ഒരുപാട് എഫേർട്ട് എടുത്തു. പക്ഷെ ബഷീറിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലേക്ക് ഋതിക എന്ന് പറയുന്ന മറ്റൊരു പെണ്ണ് കടന്നു വന്നതോടുകൂടി പിന്നെ ആയിഷ 2ാം സ്ഥാനക്കാരിയായി മാറി. ഒരു വശത്ത് കൂടി ആയിഷ ബഷീറിനെ ആത്മാർത്ഥമായി പ്രണയിക്കുമ്പോൾ മറുവശത്ത് ബഷീർ ആയിഷയെ ചീറ്റ് ചെയ്ത് നടക്കുകയായിരുന്നു. ഋതിക എന്ന് പറയുന്നവളുമായി ഫിസിക്കൽ റിലേഷൻഷിപ്പ് ചെയ്ത് നടക്കുകയായിരുന്നു. കാരണം അത്ര വില അവൻ ആയിഷയുമായിട്ടുള്ള ബന്ധത്തിന് കൊടുത്തിട്ടുള്ളൂ. അല്ലെങ്കിലും ഈ ആത്മാർത്ഥമായ പ്രണയത്തിന്റെ പര്യവസാനം ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവത്തുള്ളൂ. ഒട്ടുമിക്ക കേസിലും ഈ ആത്മാർത്ഥ പ്രണയങ്ങൾ ചീറ്റിങ്ങിലാണ് ചെന്ന് അവസാനിക്കാറുള്ളത്. അതങ്ങനെയാണ്. ഈ ആത്മാർത്ഥത കൂടി പോയവരെ പറ്റിക്കാൻ ഭയങ്കര എളുപ്പമാണല്ലോ. അവരെന്ത് കള്ളത്തിനും പറഞ്ഞ് നമുക്ക് വിശ്വസിപ്പിക്കാം. അവര് വിശ്വസിച്ചു പോകും. അങ്ങനെ കുറച്ച് ആത്മാർത്ഥത കൂടി പോയതാണ് ഇവിടുത്തെ പ്രശ്നം. എന്ത് പറയാനാണ് അല്ലേ. ഇനി പറയുന്ന ആയിഷ റഷ്യയും അതുപോലെ തന്നെ ഋതികയും തമ്മിൽ പേഴ്സണലി ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചും ഈ എന്റെ കാസറ്റിൽ പറയുന്നുണ്ട്. നമുക്ക് കേട്ടോക്കാം. ഈ ഋതിക ഐശ്വരശയോട് പറഞ്ഞു, നീ പോയി തരണം, നീ പോയി കഴിഞ്ഞാൽ എനിക്ക് ബഷീറിനെ കിട്ടും, ഞാൻ ബഷീർ ഹാപ്പി ആയിരിക്കും എന്നുള്ള കാര്യം. പക്ഷെ ഋതികയുടെ അടുത്ത് ഐശ്വരശ ഒരിക്കലും തോറ്റെടുക്കാൻ തയ്യാറായിരുന്നില്ല. കാരണം ഐശ്വരശയ്ക്ക് ബഷീറിന് ഒരുപാട് ഇഷ്ടമായിരുന്നു. ഐശ്വരശ ഋതികമായിട്ട് ഒരുപാട് ആൾക്കായിരുന്നു. ഋതികയായിട്ട് സംസാരിച്ചു. ഈ ബഷീറുദ്ദീൻ ലാസ്റ്റ് ഐശ്വരശയ്ക്ക് വാക്ക് കൊടുത്തു, ഞങ്ങൾ തമ്മിലൊന്നും ഉണ്ടാവില്ല, ഇവിടെ എല്ലാ ബന്ധവും ഞങ്ങൾ നിർത്താമെന്ന് വാക്ക് കൊടുത്തു. അങ്ങനെ ഐശ്വരശ വീണ്ടും അത് വിശ്വസിച്ചിട്ടാണ് റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയത്. ഞാൻ മുഴുവൻ കോൺടാക്റ്റും ബ്ലോക്ക് ചെയ്തെന്ന് പറഞ്ഞതിന് ശേഷം ഇവർ ഒരുമിച്ചിട്ട് ജിമ്മിൽ ഒരു പരിപാടി ഉണ്ടെന്ന് ഐശ്വരശ അറിഞ്ഞു. അതിനെ തുടർന്ന് ഒരുപാട് വഴക്കുകളുണ്ടായി. പരിപാടി ഞാൻ ഇത്രയും ദിവസം പോണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു പോണ്ട. ഞാൻ കുറെ ചേച്ചി മാനേജ് എടുത്തിട്ട് പോട്ടെ, എനിക്ക് എത്ര ജാഗ്രത പോകാനൊക്കെ. അപ്പൊ ഒരധികം പിന്നെ നിർത്തി. ഞാൻ ഒരധികം പിന്നെ നിർത്തിയുള്ളൂ, ഒരധികമല്ലോ പിന്നെ എന്താ പോകും. പിന്നെ ഇത്രയും ഞാൻ വേണ്ട പോണ്ട, എങ്ങനെ പോകണം, ഞാൻ തിരിച്ചു പോയിക്കൊണ്ട് പറഞ്ഞുണ്ട്. അപ്പൊ അങ്ങനെ തന്നെ നിൽക്കട്ടെ. പിന്നീടാണ് ഐശ്വരശയുടെ മരണവാർത്ത പുറത്തു വരുന്നത്. ഓക്കെ, എത്രത്തോളം ക്രൂക്കഡ് മൈൻഡാണ് അല്ലേ ഋതിക എന്ന് പറയുന്നവൾക്ക്. ആയിഷയോട് പറഞ്ഞതേ കേട്ടില്ലേ, നീ റിലേഷൻഷിപ്പിൽ നിന്ന് പിന്മാറണം, എന്നാലും എനിക്ക് ബഷീറിനെ കിട്ടത്തുള്ളൂ പോലും. പക്ഷെ എന്നിട്ടും ആയിഷ റഷ്യ റിലേഷൻഷിപ്പിൽ നിന്നും പിൻവാങ്ങാൻ തയ്യാറായിട്ടില്ല അല്ലേ. അവൾ പൊരുതിക്കൊണ്ടേ ഇരുന്നു എന്നുള്ളതാണ്. അവസാനം എന്ത് സംഭവിച്ചു? അവൾക്ക് തന്നെ എല്ലാം നഷ്ടമായി. എന്തായാലും ഞാനിപ്പോ കാണിച്ച ക്ലിപ്പിന് അവസാനം ഒരു ചാറ്റ് വെച്ചിട്ടുണ്ട് അല്ലേ, ഞാൻ അതൊന്ന് വായിച്ചു തരാം. ബഷിക്ക് വേറെ റിലേഷൻഷിപ്പ് ആയിപ്പോയി. ഇവള് ചോദിക്കുമ്പോൾ ഇവൻ അത് മൈൻഡ് ആക്കാതിരുന്നു. അപ്പോൾ ഇവൾക്ക് ദേഷ്യം വന്നിട്ട് അവനെ അടിച്ച്. അതിൽ ബഷീർ ട്രിഗർ ആയിട്ട് ആദ്യം ഓളെ മോന്തൊക്കെ അടിച്ച്, പിന്നെ ജഗ് വെച്ച് തലക്കൊക്കെ അടിച്ച്. സെയിം നൈറ്റ് തന്നെ ഇവൾ കിച്ചണിൽ നിൽക്കുമ്പോൾ ഇവർ തമ്മിൽ വീണ്ടും ടോക്ക് വന്ന് പാത്രം വെച്ച് മുട്ടിനെറിഞ്ഞ് വീണിച്ച് ഓള് റൂമിൽ പോയി കിടന്നപ്പോൾ ചാർജർ വെച്ച് തൊടടിച്ച് പൊട്ടിച്ച്. എന്നിട്ട് പിറ്റേന്ന് പുലർന്നപ്പോൾ തന്നെ അവൾ അവിടുന്ന് ഇറങ്ങി. ഇങ്ങനെയൊക്കെ വേറെ എന്തെങ്കിലും പറഞ്ഞ് ഇടയ്ക്ക് അവൻ അടിച്ചിട്ടുണ്ടെന്ന് അവൾ പറഞ്ഞിട്ടുണ്ട്. എന്താണിത് അവസ്ഥ അല്ലെ. അപ്പൊ ചുരുക്കി പറഞ്ഞ കയ്യാങ്കളിയിലേക്ക് വരെ എത്തി കാര്യങ്ങളെന്ന് അർത്ഥം. ഇങ്ങനെയൊക്കെ ഉപദ്രവിക്കണമെന്നുണ്ടെങ്കിൽ ഇവൻ ആള് ചില്ലറക്കാരനല്ല. എന്തായാലും ഇവനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കൊന്ന് കേട്ടോക്കാം. ശ്രീദേവി കോളേജിലെ ഓണം വെക്കേഷൻ നാട്ടിലെത്തി എന്ന് പറയുന്ന ഐശ്വരശയുടെ കോളേജിൽ ആക്ച്വലി അങ്ങനെ ഓണം വെക്കേഷൻ ഇല്ല.
ഓണത്തിന്റെ പരിപാടികളായതുകൊണ്ട് കോളേജിൽ മാറി നിന്നാൽ അത് കോളേജിലുള്ള ശ്രദ്ധിക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ആയിഷ റഷ അവിടെ മാറിയതാണ്. അതുകൂടാതെ പിന്നെയുള്ള എല്ലാ ഞായറാഴ്ചകളിലും ആയിഷ റഷ ബഷീറിനെ കാണാൻ കോഴിക്കോടെത്തുമായിരുന്നു. അവർ തമ്മിൽ ഒരുമിച്ച് ഒരുപാട് യാത്രകൾ പോകാറുണ്ടായിരുന്നു. 2 വർഷം മുന്നേ ബഷീറുദ്ദീൻ ആയിഷ റഷയുമായിട്ട് ബഷീറുദ്ദീന്റെ വീട്ടിലോട്ട് പോയിട്ടുണ്ട്. ബഷീറുദ്ദീൻ ഉപ്പയില്ല. ബഷീറുദ്ദീന്റെ ഉപ്പ ബഷീറുദ്ദീനെ ചെറുപ്പത്തിൽ ഉപേക്ഷിച്ച് പോയതാണ്. തമിഴ്നാട്ടിലെ വേറെ ഏതോ സ്ത്രീയെ കല്യാണം കഴിച്ചിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുവരുന്ന ബഷീറുദ്ദീന്റെ ഉപ്പ. ആ വാടക വീട്ടില് ബഷീറുദ്ദീന്റെ ഉമ്മയുടെ സഹോദരിയുടെ മകനും അവരുടെ വൈഫ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവരാരും ആയിഷ റഷയും ബഷീറുദ്ദീനെ ആ വീട്ടിൽ കയറ്റാൻ സമ്മതിച്ചത്. കോഴിക്കോട് കണ്ണാടിക്കലുള്ള ആ വാടക വീട്ടിൽ നിന്ന് ബഷീറുദ്ദീനെ പുറത്താക്കി. അതിനുശേഷം ബഷീറുദ്ദീൻ പുറത്ത് വീടെടുത്തിട്ടായിരുന്നു താമസിക്കുന്നത്, പല പല ഫ്ലാറ്റുകളിലും പല പല ലോഡ്ജുകളിലായിട്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ജിമ്മിലെ ട്രെയിനറായിട്ടുള്ള ബഷീറുദ്ദീനെ ഋതികയെ പരിചയപ്പെടുന്നത്. തുടർന്നാണ് ഋതിക ഇവരുടെ റിലേഷനിലോട്ട് കടന്നു വരുന്നത്. ഋതികയുടെ അടുത്ത് ബഷീറുദ്ദീൻ മനസ്സിലൊന്ന് സംസാരിക്കുന്നു. ആയിഷ റഷ ഭയങ്കര ടോക്സിക് ആണെന്ന് പറയുന്നു. അതുപോലെ തന്നെ ബഷീറുദ്ദീൻ ഒരുപാട് ടോക്സിക് ആയിരുന്നു. ബഷീറുദ്ദീൻ ആയിഷ റഷയെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇത്രയൊക്കെ ആയിട്ടും ഇവൻ എങ്ങനെ ഇവിടെ ചതിക്കാൻ മനസ്സ് എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.